for ice cream. Good. Okay da, appo sheri. എടി മോളെ നിന്റെ അച്ഛൻ അവിടെ നിൽക്കാൻ പറയടി. ഇന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു. ഇന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ. മേടിക്കുമെന്നറിയില്ല. എനിക്കെങ്ങും വേണ്ട. ഓ എന്നതാ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരി. എനിക്കൊന്നും വിശ്വാസമില്ല. അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത പോലെ. അച്ഛന്റെ പെൻഷൻ വാങ്ങാം. അച്ഛൻ കൊണ്ടുവന്ന പ്രസാദം വാങ്ങാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ ആയാമേ. നീ എന്റെ ഇത് മേടിക്കും കേട്ടോ. പെൻഷനേ എന്റെ അവകാശമാ. അത് ഞാൻ വാങ്ങിക്കും. അതുപോലാണോ ഇത്? വെഡിങ് ആനിവേഴ്സറി കരുതിന് വേണ്ട ഞാൻ ആചരിക്കാൻ പോകുന്നത്. അത് ശരി. എടി അച്ഛൻ ചായ എടുക്ക്. വേണ്ട മോളെ, ഞാൻ കുടിച്ചതാ. ഇന്നത്തെ പേപ്പറല്ലേ ഇത്? അച്ഛൻ ഇന്ന് ഇവിടുന്നുണ്ടാവേ. പൈലപ്പൻ ചേട്ടനെ വിളിച്ചോ. സച്ചിയോടും ഗായത്രിയോടും ഞാൻ വരാൻ പറയാം. നിന്റെ അമ്മായിമ്മ വെച്ച് വിളമ്പി തരുമെങ്കിൽ ഞാൻ ഉണ്ണാം. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടാം വെച്ചുണ്ടാക്കി. അതിന് ഇവിടെ ആരുടെയും മോചാരം വേണ്ട. നീ സിതാരെ മോളെ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ നിന്നുണ്ടാ. നിന്റെ അമ്മ വരുമെങ്കിൽ അവളെ കൂട്ടിക്കോ. സഖാവേ പോയാലോ? ഞാനൊക്കെ വരികയില്ല. എടാ എന്നാ നിങ്ങൾ അവിടെ നിന്ന് പോയി ഞാൻ കുറച്ച് പായസം തന്നു വിടാം. അത് ചിലപ്പോ കുടിക്കുമായിരിക്കും. അച്ഛമ്മ അതേ കറുത്ത തുണി എന്നാ കരിങ്ങോടി കേട്ടാൻ അച്ഛമ്മ പറഞ്ഞില്ലേ? ഈശ്വര, ഇതും തുടങ്ങിയോ? ഇത് മരുന്നിനടി പുതിയ ഐറ്റം. എന്തോന്ന് പുതിയ ഐറ്റം? കണ്ണി കണ്ട ലേഹമൊക്കെ വലിച്ചു വരെ തിന്നുന്നതും പോരാഞ്ഞിട്ടാന്നോ നീ എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ. ഇതിന്റെ എഫക്റ്റ് നീ കണ്ടോടി? എനിക്കൊന്നും കാണണ്ട. കണ്ടെടുത്തോളം തന്നെ ധാരാളം. ഓ ഇലിക്കല്ലേ വിവേകേട്ടൻ വീട്ടിൽ വന്നാ രാത്രി ഒന്ന് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഞാൻ എന്നാ ഡ്രാക്കുളയാ? അല്ലേ? വിവേകേട്ടാ, എനിക്ക് മതിയായി ഈ പരിപാടി. 5-6 കൊല്ലായി. എനിക്കിത് സഹിക്കാൻ വയ്യ. ദേഹം മുഴുവൻ നീറ്റലാ. ഇത് ഒരു തരം മാനസിക രോഗ. ഇതിന് ചികിത്സിക്കാ വേണ്ടത്. അത് പറഞ്ഞ് കേൾക്കത്തില്ലല്ലോ. നീ എന്നെ മാനസിക രോഗിയാക്കി അല്ലേ? ഞാൻ മാനസിക രോഗി ഉള്ളതാ. ഇത് പിന്നെ വേറെ എന്നാ? എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ഞാൻ അങ്ങനെ പലതും ചെയ്യും. അതെന്റെ ഇഷ്ടം. ബാക്കിയുള്ളവർക്കുണ്ട് സാറ്റിസ്ഫാക്ഷൻ. ഉണ്ടോ? എന്നിട്ട് എന്താ ചെയ്തത് പറയാ? എന്നാ പറയാ? നീ എന്റെ ഭാര്യയോ? അതിന് അനുസരിക്കണം. അനുസരിക്കണ്ടേ? മനസ്സില്ല. തമാശകളാ. ഇനി അമ്മ വിളിച്ച് ചോദിക്കുമ്പോ മച്ച പൊളിച്ച് താഴെ വിടുതാന്ന് ഞാൻ പറയട്ടെ. മതിയോ? വീട്ടിലേക്ക് പോന്നാ വിളിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? മമ്മ മരിച്ചു. ആരുമില്ല. വിവേകത്തില്ലേ? എനിക്കെങ്ങനെ വരാൻ പറ്റുന്നേ? നാളെ മറ്റന്നാളെ അവധിയല്ലേ? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നാളെ ഞാൻ എത്തും. ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു. കിട്ടിയല്ലോ അല്ലേ? ഹലോ ഹലോ നമ്മൾ പുറത്ത് കാണുന്ന ആളല്ല മോളെ അയാള്. എനിക്കത് ആദ്യം സംശയം ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും തട്ടിപ്പാ.
എന്നെ മടുത്ത അയാൾ ഇട്ടേച്ചു പോകും. അതാ എന്റെ പേടി. ഒന്നും കഴിച്ചില്ലല്ലോ. അയാളെന്താണ് മോളെ വരാഞ്ഞത്? പോട്ടെ, എന്നാലും അയാൾക്ക് വരായിരുന്നു. നിങ്ങളുടെ ഈ ലിവിങ് ടുഗദറൊന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല. അത് ഞങ്ങൾ പലവണ കൊച്ചിന്റെ മമ്മയോട് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഇവിടെ കിടക്കണം മോളെ. വേണ്ടല്ലോ ചേച്ചി. സോറി, വരാനൊത്തില്ല. അതെന്റെ തെറ്റ്. ആ വിട്ടുകള, നീ ക്ഷമിക്കും. ഫുഡ് ഞാൻ ഉണ്ടാക്കാം. ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ. ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പെർഫ്യൂം അടിക്കണം, എന്നിട്ട് കിടന്നു തരണോ അല്ലേ? അല്ലേ എന്നതൊക്കെയുടെ പറയുന്നത്? മമ്മ മരിച്ചേക്കുന്ന ഈ അവസ്ഥയില് ഞാൻ അങ്ങനെയൊക്കെ പറയൂ? അങ്ങനെയൊക്കെ ചെയ്യൂ? വേണ്ട, അഭിനയിക്കണ്ട. ഏത് മൂഡിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ചയുണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല. അതറിയാമല്ലോ മുൻപ്. ഒന്ന് പോയി തരാവോ? അങ്ങനെ പറഞ്ഞാലോ? ഇത് കഴിക്കും, ഒന്ന് കൂളാവട്ടെ. മമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. ഒരു പാവം സൂക്കേടുകാരി തള്ള. അതിന് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോളോട് അങ്ങനെയാണോ? നിന്റെ ചെലവുകൾ, മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും ഉള്ള പണം, പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ, എല്ലാത്തിനും കണക്കുള്ളതല്ലേ? അപ്പോ സ്നേഹവും സെക്സും ഒക്കെ പലിശ ചേർത്ത് ഞാനങ്ങ് പിടിച്ചു. ഇത്രയും കാലം ഇല്ലാത്ത എതിർപ്പ് ഇനി വേണ്ട. മനസ്സിലായോ? അവിടെ അവളും ഇപ്പൊ ഇവിടെ നീയും. സമ്മതിക്കത്തില്ല രണ്ടിനെ ഞാൻ. നമ്മുടെ കാര്യം അവൾ അറിഞ്ഞോ? നീ വിളിച്ച് പറഞ്ഞായിരുന്നോ? പറയടി. ഞാൻ എന്നെ ഒരു പോറല. അമ്മ മരിച്ച് 16 അടി എന്തിനെങ്കിലും കഴിയണ്ടേ? ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് പോയി കിടക്കും. ആ വിവേകാനന്ദനല്ലേ ഇത്? ഏത് വിവേകാനന്ദൻ? നമ്മുടെ ഡയാനയുടെ പാർട്ട്ണർ ആണോ? സർ പ്ലീസ്. ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത. കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാണ്. എന്തേലും ആവട്ടെ, എനിക്കകം മടുത്തിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ.
അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചു കഴിയും, നിന്നെ പിച്ച് പറിക്കും. നീ അതൊക്കെ സഹിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തു ആവും. ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം. നമ്മൾ കാണുന്നതല്ലേ, അയാൾ എങ്ങനെയെങ്കിലും ഊരിപ്പോരും. പിന്നെ എത്ര കാലം വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരിതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ. അതിന് ഞാനില്ല. അയ്യോ അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും. ഒന്നും ശരിയാവില്ല. എന്ത് പ്ലാനാ ഇത്? നടക്കാത്ത കാര്യം. നടക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തുവന്നാ നടക്കും. പക്ഷേ അവര് സമ്മതിക്കുമോ? എങ്കിലല്ലേ പറ്റൂ. പറ്റണം. നമ്മൾ സമ്മതിപ്പിക്കണം. അത്ര എളുപ്പാവില്ല. നമുക്ക് ആഞ്ഞു ശ്രമിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഇല്ല. എന്താ അവരുടെ പേര്? സിത്താര. ഹലോ, എന്നാ? ഞങ്ങളൊരു യാത്ര പോവാ. ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും എൻ്റെ ഫ്രണ്ട് ആയിഷയും. എവിടോട്ടാ? അത് പറയണ്ട. എന്നെ ഇനി വിളിക്കണ്ട. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഞാനിവിടെ തട്ടിക്കൊണ്ടുപോകാന്ന് പേടിക്കണ്ട. നമ്മൾ തമ്മിൽ വലിയ പരിചയമില്ല. സാരമില്ല. ഈ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ മിസ്റ്റർ വിവേകാനന്ദൻ, ബൈ. ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? എനിക്കാകെ ടെൻഷൻ. ഇന്ന് ടെൻഷൻ ആവണ്ട. നാളെ രാവിലെ വരെ റിലാക്സ് ചെയ്യും. ടുമോറോ വിൽ ബിഗിൻ ആ ബാറ്റിൽ. കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കാ. പാർട്ട്ണറായിട്ട് ചെറിയൊരു പിണക്കം. ഇതവളുടെ പപ്പയും അമ്മയാ. സർ, ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആണെന്നാ വിചാരിച്ചത്. ഇതിപ്പോ വീട്ടില് എല്ലായിടത്തും CCTV അല്ലേ. ഇവിടെ ആകുമ്പോൾ വി വിൽ ഫീൽ മോർ ഫ്രീ ആൻഡ് കംഫർട്ടബിൾ. ഇരിക്കേ, ഞാൻ പോരാ. എല്ലാ ചീപ്പ് നമ്പറും ഉണ്ട് കയ്യിൽ. എവിടെ വരെ പോകുന്ന നോക്കാം. ഒരു ബീർ എടുക്കട്ടെ? ചിൽഡ് ബീർ. സാറ് കഴിച്ചോ? എനിക്ക് വേണ്ട. ഞാൻ കഴിക്കില്ല. ഇത് ദിവ്യക്ക് വേണ്ടിട്ടാ. ഒരു ബീറൊക്കെ ആവാം. ഞാനൊരു ഗംഭീര കുക്കാരന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. ഇന്നെന്തായാലും ദിവ്യയുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് കിട്ടണം, എന്റെ ഒരു സന്തോഷത്തിനെ. അയ്യോ, എനിക്ക് പോണം, നേരമില്ല. എപ്പോഴും തിരക്കാണല്ലോ. ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ റെഡി. ദിവ്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം. അതാണ് പ്ലാൻ. പിന്നെ അവസ, ഞാൻ പോട്ടെ. പോകാം. വേണമെങ്കിൽ ഫ്രഷ് ആയിക്കോ. ഒന്ന് റിലാക്സ് ആകാലോ. എന്തിന്? ഞാൻ വീട്ടിലേക്കല്ലേ പോന്നേ? അല്ല, ഫ്രഷ് ആയ ഒരു സുഖം കിട്ടും. ഈ വേർപ്പിന്റെ മണമൊക്കെ ഒന്ന് പോകും. മനസ്സിലായില്ല. Be cool. You are really hot. താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ. ഒരു സർട്ടിഫിക്കറ്റ് ബലത്തിൽ കൂടുതൽ കളിക്കാൻ വരണ്ട. എങ്ങോട്ടാ നീ പോകുന്നത്? ടയനെ കൊച്ചെവിടെ? പറയാതെ അങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ കൊന്നിട്ടൊന്നുമില്ല. എങ്ങാണ്ടാ ടൂർ പോയി. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല.